ഹലോ കൂട്ടുകാരെ, ഇന്ന് ഇവിടെ ഞാൻ പിടി ഉണ്ടാക്കാൻ വേണ്ടിയാണ് കേട്ടോ വെള്ളം വെച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയ ജീരകം, വെളുത്തുള്ളി, ചുമന്നുള്ളി ഇത് മൂന്നും കൂടെ ചതച്ചെടുക്കുകയാണ് കേട്ടോ. ചതച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിരിക്കുന്നതിനകത്തേക്ക് ഈ മിക്സ് ചേർക്കണം കേട്ടോ. അപ്പോൾ അധികം വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 3-4 ചെറിയുള്ളി, ജീരകം. വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പും ചതച്ച് വെച്ച മിക്സും കൂടി അതിനകത്തേക്ക് ഇട്ടിട്ട് ഇനി ഇത് പൊടിയിലേക്ക് തേങ്ങ പിടിക്ക് എത്ര ചേർക്കാൻ പറ്റുമോ അത്രയും ടേസ്റ്റാണ്. പക്ഷെ നമുക്ക് തേങ്ങയുടെ വില കാരണം കുറച്ചേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ കാണിക്കുന്ന പൊടിയും തേങ്ങയും കൂടെ മിക്സ് ചെയ്യുന്ന കേട്ടോ. 1 സ്പൂൺ പൊടിയും തേങ്ങയും കൂടെ മിക്സ് ചെയ്യുന്ന ഇങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് കേട്ടോ. പൊന്നുവിന് കുറച്ച് ക്രീമായിട്ട് കിട്ടണമെന്ന് പറഞ്ഞു, അത് കാരണം ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ തിളച്ച വെള്ളം പൊടിയിലേക്ക് ഒഴിച്ചിട്ട് ഇടിയപ്പത്തിനൊക്കെ നമ്മൾ വാട്ടില്ലേ, അതേപോലെ വാട്ടിയെടുക്കുകയാണ് കേട്ടോ. ഇപ്പം മിക്സിനകത്തേക്ക് ഈ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളത്തിനകത്ത് ഇഞ്ചി വെളുത്തുള്ളിയുടെ ജീരകത്തിൻ്റെ എല്ലാം കൂടെ കുറച്ച് ഭാഗമെങ്കിലും ഇതിനകത്തേക്ക് ചേരുകയും ചെയ്യണം. ഇഞ്ചി ഇട്ടിട്ടില്ല, എൻ്റെ അബദ്ധത്തിൽ പറഞ്ഞാണ് കേട്ടോ. നമ്മൾ ചിക്കനൊക്കെ ഒഴിക്കുമ്പോൾ ഇടുന്നത് പോലെ. അപ്പോൾ എല്ലാം ചൂടാറി കഴിഞ്ഞപ്പോൾ കുഴച്ച് ഉരുട്ടാൻ പാകത്തിനാക്കി എടുത്തിട്ട് പേപ്പറിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഞാൻ ഇച്ചിരി പൊടി വിതറിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ കുഞ്ഞ് ബോളുകളാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ തീരെ ചെറുതല്ല, എന്നാൽ കുറച്ച് ചെറിയൊരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള അത്രയും ഉള്ള ചെറിയ ബോളുകളാക്കി. ഞാൻ മാത്രമല്ല കേട്ടോ ഇതെല്ലാം ചെയ്തത്, പൊന്നുണ്ടായിരുന്നു എന്നെ പൊടി ഉരുട്ടാനൊക്കെ സഹായിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരിത്തിരി ഉപ്പിട്ടു. പിന്നെ ആദ്യം മാവ് കുഴച്ചതിൻ്റെ ബാലൻസ് വന്ന മിക്സ് അതിനകത്തേക്ക് ഇട്ടു കേട്ടോ. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പം ഉരുളകളെല്ലാം അതിനകത്തേക്ക് ഉടയാതെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് അതിരുന്നൊന്ന് വേകട്ടെ. ആ വേകുന്ന സമയത്ത് പകുതി മുക്കാലും വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ മിക്സും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറുകി വരുമ്പോൾ നല്ല ക്രീമി ആയിട്ടിരിക്കും കേട്ടോ. തേങ്ങയൊക്കെ ഇച്ചിരി കുറവായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പം നമ്മുടെ പിടി റെഡി ആയിട്ടുണ്ട്. ഒരു 2-3 തിളയും കൂടെ തിളച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം എല്ലാം കുറുകി കറക്റ്റ് പരുവാകും കേട്ടോ. ഇതാ ഈ പരുവാണ്. പിന്നെ വേറെ കറി അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും അധികം ഉണ്ടാക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. 2-3 ചിക്കൻ്റെ പീസ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തേക്ക് മാത്രമായിട്ട് അതൊന്ന് കറിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഒരു നേരം കഴിക്കാനുള്ളത് എടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ കറിയായിട്ടുണ്ട്. അധികം വലിയ പൊലിപ്പായിട്ടൊന്നും ഉണ്ടാക്കിയില്ല, തക്കാളി ഒന്നും ചേർത്തില്ല. കറിയും റെഡിയായി, പിടിയും റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ.